The atomic number of an element is equal to options A, the sum of number of electrons and protons, options B, the number of neutrons, option C, the number of protons, option D, the sum of number of protons and number of neutrons. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കോൾഡ് ആസ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം? ഓപ്ഷൻസ്: number of electrons in inner orbit, option B, number of electrons in the nth shell, option C, number of electrons in the outermost orbit, option D, number of electrons in the m shell. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏത് ഷെല്ലാണ് അല്ലെങ്കിൽ ഏത് ഓർബിറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ സി ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ആൻ ആറ്റം ഈസ് ലെസ് ദാൻ 4, ദി സബ്സ്റ്റൻസ് ഈസ് യൂഷ്വലി ഓപ്ഷൻ എ കണ്ടക്ടർ, ഓപ്ഷൻ ബി സെമി കണ്ടക്ടർ, ഓപ്ഷൻ സി an insulator, ഓപ്ഷൻ ഡി എ റെസിസ്റ്റർ. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം വാലൻസ് ഇലക്ട്രോണ് ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 താഴെയാണെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിനെ എന്തായിരിക്കും നമ്മൾ വിളിക്കുക? അത് ഉറപ്പായിട്ടും ഒരു കണ്ടക്ടർ ആയിരിക്കും. സോ ഓപ്ഷൻ എ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, അറ്റോമിക് വെയ്റ്റ് ഈസ് ഈക്വൽ ടു. എന്താണ് അറ്റോമിക് വെയ്റ്റ്? നമുക്കറിയാം അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഈക്വൽ ടു ഡി ആണ്. സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിനെയാണ് നമ്മൾ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം ഈസ് ജനറലി ടേംഡ് ആസ് അയൺ, ബി ഐസോട്ടോപ്പ്, സി അയൺ, ഡി കാറ്റയോൺസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ചാർജ് ആറ്റത്തെ നമ്മൾ യൂഷ്വലി പറയുന്നത് പേരാണ് അയോൺസ് എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 5 സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ദി അറ്റോമിക് നമ്പർ ഓഫ് സിലിക്കൺ ഈസ് 14. ഇറ്റ് മീൻസ് ഇറ്റ്സ് ആറ്റം ഹാസ് 14 എന്തായിരിക്കും ഉണ്ടാകുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 14 ആണ് സിലിക്കണിൻ്റെ. എ വാലൻസ് ഇലക്ട്രോൺസ്, ബി എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസ്, സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ്, ഡി എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ. അപ്പോൾ ആറിൻ്റെ ആൻസർ നമുക്കറിയാം. എന്താണ് അറ്റോമിക് നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ആൻ ആറ്റം ഡിറ്റർമിൻസ് വെദർ എ മെറ്റീരിയൽ ഈസ് കണ്ടക്ടർ, ഇൻസുലേറ്റർ ഓർ സെമി കണ്ടക്ടർ? ഏത് പാർട്ട് ഓഫ് ആറ്റംസ് ആണ് ഒരു മെറ്റീരിയലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? അതൊരു ഇൻസുലേറ്റർ ആണോ, കണ്ടക്ടർ ആണോ, അതോ സെമി കണ്ടക്ടർ ആണോ ഡിറ്റർമിൻ ചെയ്യുന്നത്? അപ്പം നമുക്കറിയാം അത് എന്തിൻ്റെ ബേസിലായിരിക്കും? സെവൻത് ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, ബി എന്ന് പറയുന്നത് പ്രോട്ടോൺസ് ആണ്, സി എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. നമുക്ക് അറിയാം ഒരു സബ്സ്റ്റൻസ് അത് ഇൻസുലേറ്റർ ആണോ, കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിനകത്ത് വാലൻസ് ഇലക്ട്രോണിനെ ബേസ് ചെയ്താണ്. അപ്പം ശരി ഉത്തരം 7, ആൻസർ ഡി ആയിരിക്കും. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ആറ്റം ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ്, ഫസ്റ്റ് ഓപ്ഷൻ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ബി ഈക്വൽ ടു ദ ന്യൂട്രോൺ, സി ഈക്വൽ ടു ദ ന്യൂക്ലിയസ്, ഡി ഈക്വൽ ടു 0. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ആറ്റത്തിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അത് 8A ആയിരിക്കും ഓപ്ഷൻ. ശരി ഉത്തരം. 9th ക്വസ്റ്റ്യൻ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം ഈസ് 3, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 16. അപ്പം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെല്ലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 8 ഇലക്ട്രോൺസ് ആയിരിക്കും മാക്സിമം ഒരു വാലൻസ് ഷെല്ലിൽ വരിക. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി മെറ്റീരിയൽസ് ഓഫ് ദി ആറ്റം കണ്ടെയ്ൻസ് ഓൺലി 4 ഫ്രീ ഇലക്ട്രോൺസ്? ഗോൾഡ്, ബി കോപ്പർ, സി ജെർമേനിയം, ഡി മൈക്ക. അപ്പോൾ ഇതിനകത്ത് ശരി ഉത്തരമാണ് ജെർമേനിയമാണ്. ജെർമേനിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസേ ഉള്ളത്.